ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതുണ്ടല്ലോ, നമ്മുടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കസ്റ്റമൈസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്ന ഒരു ഓണത്തിൻ്റെ അട്ടയറാണ്. അതിൽ നമ്മൾ ചെയ്തേക്കുന്ന ഒരു ടീനേജ് ആളിനാണ്. അപ്പം നമ്മൾ ചെയ്തേക്കുന്ന അവരുടെ ഓണത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയാണ്. നമ്മൾ തന്നെ മെറ്റീരിയലിനെ സെലക്ട് ചെയ്ത് നമ്മൾ തന്നെ അതിന് പാറ്റേണൊക്കെ ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ബ്ലൗസാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല വിചിത്ര സിൽക്കിനകത്ത് ഇച്ചിരി ചെറിയ രീതിയിലുള്ള സ്വീക്വൻസും ത്രെഡ് വർക്കും കൂടെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടോപ്പിനും ഫ്രോക്കിനും ഒക്കെ വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പം ആ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് എൻഡ് പോർഷനിൽ ദാമൻ പോർഷനിലായിട്ട് വരുന്നൊരു വർക്കായിരുന്നു. പക്ഷേ ഈ വർക്കിനെ ഞങ്ങൾ സ്ലീവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുവാണ്. കാര്യം ഇതിൻ്റെ സ്ലീവ് വരുന്നുണ്ടല്ലോ, നമ്മുടെ ബ്രിസ്റ്റ് ലെന്ത് വരെ വരുന്നുണ്ട്. ഏകദേശം ഒരു 21 ഇഞ്ചോളം വരുന്നുണ്ട്. ഫുൾ സ്ലീവ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വർക്കിനെ കളയാതെ അങ്ങനെ സ്ലീവിൻ്റെ എൻഡിലേക്ക് കൊണ്ടുവന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ പ്രിൻസസ് കട്ട് വിത്ത് കട്ടിങ്ങിലാണ് വന്നിരിക്കുന്നത്. നമ്മളതിൻ്റെ ഫ്രണ്ട് നെക്ക് ചെയ്തേക്കുന്ന നല്ലൊരു ഓവൽ വി നെക്കാണ്. ഒത്തിരി വൈഡ് ആക്കിയിട്ടില്ല, എങ്കിലും ഒരു മീഡിയം വൈഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ ആണ് നമ്മുടെ ഈ ബ്ലൗസ് നമ്മൾ ചെയ്തേക്കുന്നത്. ബാക്ക് ഓപ്പൺ വരുമ്പം ഫുള്ളി ബാക്കിൽ ഓപ്പൺ ആയിട്ട് ഹുക്ക് കൊടുത്തേക്കുവാണ്. ഹുക്ക് കൊടുത്തിട്ട് നമ്മളൊരു 20 എബോവ് ഉള്ള പോട്ട്ലി ബോൾസ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ചെറിയൊരു ലൂപ്പ് ഒരു സ്റ്റൈലിന് വേണ്ടി, കേട്ടോ, പിള്ളേരല്ലേ, അപ്പോൾ അതിനൊരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ലൂപ്പിന് നമ്മൾ ടൈ ചെയ്യാൻ ഡോറി ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ തന്നെ ഹാൻഡ് വർക്ക് വരുന്ന ഒരു കുഞ്ചലമാണ് നമ്മൾ ഉണ്ടാക്കി ഇട്ടിരിക്കുന്നത്, കേട്ടോ. നല്ല ഒതുങ്ങിയ നെക്കൊക്കെ വെച്ച് ആണ് ചെയ്തേക്കുന്നത്. ബാക്കിൽ നമ്മൾ ടക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യം നല്ല ഷേപ്പിൽ നിൽക്കണം, അതിന് വേണ്ടിയാണ് ബാക്കിൽ നമ്മൾ ടക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനൊക്കെ എത്ര ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഇങ്ങനെ ഡോറി വെക്കുന്നതിനും ഈ ഒരു കുഞ്ചലം തയ്ക്കുന്നതിനും ഈ ബോൾസ് വെക്കുന്ന പോട്ട്ലി ബോൾസ് വെക്കുന്നതിനൊന്നും നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഫീസ് ഒന്നും വാങ്ങിക്കുന്നില്ല. ബ്ലൗസ് തയ്ച്ച് വിത്ത് ലൈനിങ്ങിലുള്ള ഫീസ് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. പക്ഷേ ഇതിനൊക്കെ വെളിയിൽ നമുക്ക് ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നിടത്ത് ഈ ഒരു ബോൾസ് വെക്കുന്നതിന് ബോൾസിൻ്റെ എണ്ണത്തിന് വരെ ചാർജ് ഉണ്ടായിരുന്നു, കേട്ടോ. ഒരു ബോൾസിന് ഏകദേശം 5 രൂപ വരെ ചാർജ് ആക്കുന്നത് നമ്മുടെ ടൗണിൽ തന്നെയുള്ള ഷോപ്പുകളുണ്ട്. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ചാർജ് ഒന്നും ഇടുന്നില്ല. പക്ഷേ അത്യാവശ്യം ബഡ്ജറ്റ് റേഞ്ചിൽ തന്നെയാണ് ഈ ഐറ്റംസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു ടീനേജ് കുട്ടിക്കുള്ള ബ്ലൗസാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതും ഒരു മീഡിയം സൈസിലാണ്. അതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നല്ല ബനാറസി സിൽക്കിൽ വന്നേക്കുന്ന ഇച്ചിരി ക്വാളിറ്റിയിൽ വന്നേക്കുന്ന മെറ്റീരിയലാണ്. നല്ലൊരു ടിഷ്യൂ ബനാറസിയിൽ നല്ല ഹെവി ആയിട്ട് വരുന്ന ഗോൾഡൻ ത്രെഡ് വർക്കും അതുപോലെ തന്നെ ബോഡി പോർഷനിലേക്ക് വരുമ്പോൾ നല്ല ഗോൾഡൻ ബുട്ടായും സെൽഫ് ബുട്ടായും വരുന്നുണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മൾ അതിൽ കോട്ടൺ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഒത്തിരി വലിയ ബോക്സ് പ്ലീറ്റ് അല്ല, ഒരു മീഡിയം ബോക്സ് പ്ലീറ്റിൽ മേളിൽ പടിയൊക്കെ കൊടുത്ത് മെട്രോ ഹൂക്കൊക്കെ കൊടുത്താണ് നമ്മളതിനെ ചെയ്തേക്കുന്നത്, കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നല്ല കോംബോ ആയിട്ട് വരുന്ന നല്ല 2 കളറാണ്. പക്ഷേ ഈ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നല്ല മെറൂൺ അല്ല, കേട്ടോ. നല്ലൊരു വാടാമുല്ലയുടെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നല്ല ബഡ്ജറ്റ് റേഞ്ചിലാണ് ഞാൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒത്തിരി വലിയ റേറ്റിലൊന്നും അല്ല. അപ്പം അങ്ങനെ ചെയ്യണമെന്നുള്ളവർ നമ്മുടെ ബ്ലൂംസിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് പിന്നെ 1 hour സ്റ്റിച്ചിങ് ഒന്നും നമുക്കില്ല. മിനിമം 3 to 4 days എങ്കിലും നമുക്ക് തരണം. പക്ഷേ ഇപ്പോൾ ഓണത്തിന് ഇച്ചിരി തിരക്കാണ്. കാര്യം നമുക്ക് അത്രയും വലിയ മാൻ പവർ ഇല്ലാത്തവരായതുകൊണ്ട് എനിക്ക് 2 പേരേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക്. അതുകൊണ്ട് ഇച്ചിരി തിരക്കുണ്ട്, സമയം കൂടെ ആണല്ലോ. അപ്പോൾ അത്ര സ്പീഡ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എങ്കിലും 3 to 4 daysനുള്ളിൽ മാക്സിമം നമ്മൾ തരാൻ ശ്രമിക്കുന്നുണ്ട്, കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വർക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ. സൺഡേ ഇല്ല, കേട്ടോ. ബാക്കി എല്ലാ ദിവസവും ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൻ്റെയും പറ്റി കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചോളൂ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും. ഞാൻ ഇതിനകത്ത് എക്സ്പേർട്ടല്ല. നിങ്ങൾക്കെല്ലാം എന്നെ കാണുന്ന എൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിനും എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമേഴ്സിനും അറിയാം ഞാൻ ഈ പ്രൊഫഷനിൽ നിന്ന് വന്ന ഒരാളല്ല. ഞാൻ പഠിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എങ്കിലും മാക്സിമം ബെറ്ററായിട്ട് തന്നെ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കും കൂടിയാണ്, കേട്ടോ. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ. താങ്ക്